Hey guys, നമസ്കാരം Deadly Bear here. അതെന്താ എല്ലാവരും സുഖമായിരിക്കുന്നില്ല? എന്നാ നമുക്ക് പൊളിക്കാം നമ്മുടെ പെൻഗ്വിൻ വില്ലിൽ, അതായത് പെൻഗ്വിൻ സിറ്റി. നമ്മുടെ പെൻഗ്വിൻ സിറ്റിയിലെ മെയിനായിട്ടുള്ള ബിൽഡിങ്ങിൽ തന്നെ ചാടാം. ഞാൻ ആ റൂഫ് ടോപ്പിലാണ് ചാടാനായിട്ട് ഉദ്ദേശിച്ചത്. കാരണം റൂഫ് ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഒരു വഴി കയറി കഴിഞ്ഞാൽ കുറച്ച് എനിമീസ് ഉണ്ടാവാൻ കുറവാണ്. എന്നാലും ഈ ഇത് അറിയുന്നവരെന്തായാലും ഇവിടെ തന്നെ ചാടുള്ളൂ. കാരണം എൻ്റെ ടീംമേറ്റ് നമ്പർ 4 ഇവിടെ തന്നെ ചാടിയിരിക്കുന്ന കണ്ടോ. ഈ ഒരു ഏരിയയിൽ നമുക്ക് വന്ന് ലാൻഡ് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് ഗൺസ് എടുത്തിട്ട് അപ്പോഴത്തേനും താഴെ എനിമീസൊക്കെ കൂടുതലും താഴെ ആയിരിക്കും ഉണ്ടാവുക. അവരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കില്ല് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ലാൻഡിങ് സ്പോട്ടാണ്. ഈ ഒരു ടിപ്പ് പോർട്ട് വെച്ചോ. പക്ഷെ ലാൻഡ് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഞാൻ റൂഫ് ടോപ്പിൽ ചാടിയിട്ട് താഴേക്ക് വീണ പോലെ വീഴരുത്. ഹെൽത്ത് നല്ലോണം ഡൗൺ ആവും. അപ്പോൾ ഓക്കെ, ഞാനത് ഹെൽത്ത് ഒന്ന് പോയിട്ട് ഹെൽത്ത് കേട്ടിട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. M416 ഉണ്ട്. M416 ഞാൻ എടുക്കാണ്. തോംസൺ ഗണ്ണുണ്ട്. തോംസൺ ഗണ്ണും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഹെൽത്തൊക്കെ ഒന്ന് ഫില്ലാക്കട്ടെ. പതുക്കെ ടാബ്ലറ്റ് കഴിച്ചിട്ട് നമുക്ക് ഫുള്ളാക്കാം. നമ്മൾ 2 പേരാ ടീമിലുള്ള 2 പേരാണ് ഞങ്ങളിവിടെ ലാൻഡ് ആയിട്ടുള്ളത്. ഒരാൾ 2 പേരും ഡെഡായോ എന്നറിയില്ല. ഒരാൾ ഡെഡായിട്ട് വേറെ ലാൻഡ് ചെയ്തേക്കണം, ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് എനിമീനെ തപ്പിപ്പോൾ നമുക്ക് ഗണ്ണ് കിട്ടി. ഇനിയിപ്പോൾ എവിടെ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്കൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ഗണ്ണ് കിട്ടിയല്ല. ഇനി നമ്മൾ അറ്റാക്ക് മോഡ് ആണോ? ആണ്. അയ്യോ, ഇവിടെയൊക്കെ കുറേ കേൾക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത്. എവിടെ 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 ആ ഒരു സൈഡിൽ നമ്മൾ പോവാം. എവിടെയാണ് എൻ്റെ എൻ്റെ ടീമിനെ നോക്കൗട്ട് ആക്കുന്നു. അയ്യോടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. ഓക്കെ, ഐ ഹെൽപ്പ് യു. വേറെ എവിടെയാണ് എനിമീസ്? ഇവിടെ 11 ആൾക്കാരുണ്ട്. ആ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്ന കേൾക്കാണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എനിമീസ് എവിടെയാ? ആൾക്ക് ഹെൽത്ത് വേണമെന്ന് ഞാനൊന്ന് നോക്കിയതാ. ഹെൽത്ത് കിറ്റും കാര്യങ്ങളില്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അതായത് അവിടെ ഒരു എനിമിയുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. ഓടിച്ചിട്ട് കൊല്ലാം നമുക്ക്. ഓക്കെ, ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ ഗെറ്റ് കിൽഡ്. കിൽ ഓർ ഗെറ്റ് കിൽഡ്. നമ്മൾ കില്ലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആള്. ഇയാൾ ആദ്യം കൊല്ലാം. റോക്കറ്റ് ലോഞ്ചർ എടുത്തിട്ട് നിൽക്കിയിരുന്നു ചെമ്പി. ഇനി മറ്റേ എനിമി വരുന്നുണ്ടേ. ആര് വരട്ടെ. ഞാനിവിടെ ഇൻറ്റെന്ന് വെച്ചിട്ട് കില്ല് ചെയ്യാനായിട്ട് ഓടി വരും. തന്നെ ഞാൻ സൈലൻ്റ് ആക്കി നിന്നു. പറ്റിച്ചേ എന്നെ സ്റ്റെപ്പ് കേൾപ്പിക്കാണ്ട് ഒന്ന് കൺഫ്യൂഷനാക്കി കൊടുത്തതാ. കിട്ടി. ഓക്കെ, നല്ല ലൂട്ടുണ്ട്. ഓക്കെ, കിട്ടി. നമ്പർ 4 വീണ്ടും വന്നു. ഞാൻ വെയിറ്റ്. കില്ല് ചെയ്തു. ഞാൻ വരുമ്പോഴത്തേക്കിനും ഈ ഒരു ഹെൽത്തും കൂടെ എടുത്തിട്ട് എന്തായാലും കില്ല് ചെയ്തു. ലൂട്ട് ചെയ്തോണ്ടിരിക്കുകയല്ലേ ടീമേറ്റ്. വിടില്ല. അത്രേ ഉള്ളൂ. ഇനി തന്നെ ഞാൻ ലൂട്ട് ചെയ്യും. എല്ലാ ബോക്സുകളും ലൂട്ട് ചെയ്തു. ഇനി ഒരാളും കൂടിയാണ് ഉള്ളത്. ആളെവിടെയാ? കാണുന്നില്ല ആ ഒരു എനിമീന്. നമുക്കിത് ഓപ്പൺ ആക്കാം. നേരത്തെ എനിമി ഇങ്ങോട്ടേക്ക് വന്നോളും. ഇത് ഓപ്പൺ ആക്കുന്ന ഏരിയയിൽ എന്തായാലും എനിമി വരാതിരിക്കില്ല. കാരണം ഇതിൽ നമ്മുടെ റീസ്പോണിങ് കാർഡുണ്ട്. നമുക്ക് പുനരുജ്ജനിക്കാനുള്ള സാധനത്തിൻ്റെ. അപ്പോൾ നമ്മുടെ വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം, എടുക്കാം. ഇതിലേതാ ഗണ്ണ് വേറെ ഇല്ല അല്ലേ? എനിക്ക് ആ സ്നൈപ്പർ വേണ്ട. തൽക്കാലം ഇതെടുത്താൽ പറയാം. നമുക്ക് അഡ്വാൻസ് എടുക്കാം. റോക്കറ്റ് ലോഞ്ചർ. കാരണം അഡ്വാൻസിൻ്റെയും മറ്റേ നോർമലിൻ്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. അഡ്വാൻസിൽ നമുക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസിന് പോകാം. പിന്നെ അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ട്രാവൽ ചെയ്യാം. മറ്റേ നോർമലിൽ നമ്മൾ തൂങ്ങി കിടന്നുകൊണ്ട് പോകുന്ന പോലെയാണ്. ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്. ഓഫ് കോഴ്സ് അപ്ഗ്രേഡഡ് ആയിരിക്കും. അതാണ് അഡ്വാൻസിൻ്റെയും ഇതിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് മറ്റേ എക്സ്റ്റൻഡഡ് മാഗ് എടുക്കാം. അതാണെങ്കിൽ കൂടുതൽ 10 ബുള്ളറ്റ്സും കൂടെ കൂടുതൽ റീലോഡ് ആക്കാൻ സഹായിക്കും. ഇനിയെല്ലാം കിട്ടിയില്ല. 2 പ്ലെയർ ആയിട്ടുണ്ട്. 2 പ്ലെയർ വന്നിട്ടുണ്ട്. എവിടെ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഈ അറ്റഭാഗത്തൊക്കെ 8 ആയിരിക്കും ഉണ്ടാവുക.
എവിടെ കാണുന്നില്ലല്ലോ ആരെയും. കമോൺ ഗായ്സ്, വരൂ. മെൻഷനിൽ വരും. നമുക്ക് ഇതിൻ്റെ മേലെ കയറിയിട്ട് നോക്കി നോക്കാം. റൂഫ് ടോപ്പിൽ കയറിയിട്ട് എവിടെ എനിമീസ് ഉള്ളതൊന്ന് ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റുമോ? നോക്കാം എവിടെ വരെ കയറാൻ പറ്റുന്നുള്ളത്. കയറ്. ഓ, നമ്പർ 4 വീണ്ടും കൊന്നു. അപ്പോൾ ഇനി നമ്പർ 4 റീകോൾ ചെയ്യാം. നന്നായി ഞാൻ ഈ സ്പോട്ടിന് പോവാഞ്ഞത്. ഇവിടുന്ന് തന്നെ നമുക്ക് റീകോൾ ചെയ്യാം. വീഴാഞ്ഞത് ഭാഗ്യമില്ലെങ്കിൽ വീണ്ടും ഫുള്ള് ഹെൽത്ത് പോയാനെ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നോക്കൗട്ടും ആയിപ്പോൾ. ഇവിടെ എനിമീൻ്റെ ഇവിടെ ആൾ കയറിയിട്ടുണ്ട്. ആൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ ഞാൻ ഫുൾ സ്റ്റെപ്സ് മേലെയാണെന്നുള്ളത് മനസ്സിലാക്കിയില്ല തോന്നി. പറ്റിച്ചേ. ഓക്കെ, ഇനി നമുക്ക് റീകോൾ ചെയ്യാം. ഇനി മറ്റേ വേറെ ഒരു എനിമി എവിടെ കണ്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇത് വേറെ എനിമി അല്ല കേട്ടോ, നമ്പർ 2 ആണ്. എൻ്റെ ടീംമേറ്റ് തന്നെ ആണെന്ന് തോന്നുന്നു. അവിടെ നമ്പർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുന്നുണ്ട്. ഐ തിങ്ക് സോ. നമുക്ക് എന്തായാലും ബാക്കി വേണ്ട എന്താ, നമുക്ക് അതിൽ നിന്ന് പറന്നു പോവാം. എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നുകൂടെ വേണ്ടതൊക്കെ എടുത്ത് വെക്കട്ടെ. നമുക്ക് പോവാൻ ട്രക്ക്. ഓക്കെ, നമുക്ക് എവിടെയാണ് പോകണ്ടേ? ആ ഭാഗത്ത് അറ്റത്ത് പോയി നോക്കണോ, ഈ അറ്റത്ത് പോകണോ? ആ ഭാഗത്ത് പോയി നോക്കാം അല്ലേ. അവിടെയാണോ, എവിടെയാണ് സർക്കിളിൻ്റെ ഇതെന്നുള്ളത് ഈ മാപ്പ് കാണിക്കില്ല. ഫുള്ളായിട്ട് നോക്കിയാൽ പുറത്തിറങ്ങി നോക്കിയാലേ കാണുള്ളൂ സർക്കിളിൻ്റെ അറ്റഭാഗം എവിടെയാണെന്നുള്ളത്. ഇത് ഈ ഒരു സൈഡാണത്. ഈ സൈഡ് എനിക്ക് നിൽക്കണ്ട, ഇവിടെ ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. ഇപ്പം സർക്കിളും ചെറുതാവാൻ മതിയല്ലേ. നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ച് പോയാലോ. ഇവിടെ വണ്ടികളതും ഉണ്ടാവോ? പൗണിൻ ചേട്ടൻ വന്നിട്ടില്ലല്ലോ. നമുക്ക് നോക്കാം. പൗണേനി സർവൈവിങ്. എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എനിക്കിവിടെ നിന്നിട്ട് കഴിയില്ല, നമുക്ക് ലൊക്കേഷൻ മാറ്റി പിടിക്കാം. അവിടെ ഒരു എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. നമുക്ക് എയർ ഡ്രോപ്പും കൂടി തപ്പിയിട്ടുണ്ടാകും എന്തായാലും പോവാം. എയർ ഡ്രോപ്പിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ട് അത് നമ്മുടെ പെൻഗ്വിൻ സിറ്റിയിലേക്ക് തന്നെയാണ് ലാൻഡ് ആവാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ഐസ് സ്കേറ്റ് എടുത്തിട്ട് പോവാം. ഐസ് സ്കേറ്റ് എടുത്ത് പോകാം. ലെറിഗോ എൽസ പോലെ ഞാൻ പോവാം ഐസിൽ. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ ഐഡിയ ആണെങ്കിൽ ഇവർക്ക്, അല്ലെങ്കിൽ മറ്റേ ഇൻക്രെഡിബിൾസിൻ്റെ ആ ഒരു ഇതില്ല അതിലും ഉള്ള പോലെ. ഡ്രോപ്പ് നമുക്ക് എടുക്കാം. കയറാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല അതിൽ. എന്താ ചാടി കാണിക്കാത്ത? ശരി, ഈ പറന്ന് കയറും. എന്നോടാ കളി. ഓക്കേ. എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും വേണ്ട, അതൊന്നും എനിക്കിഷ്ടമില്ല, എനിക്ക് വേണ്ട. അപ്പോൾ നമുക്ക് വേറെ പോകാം. നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാവേ. നമ്പർ 2ഉം 4ഉം ഇതിൻ്റെ അകത്തുള്ളത്. അതാണ് പ്ലെയേഴ്സ് ഇൻ ഏരിയ 3. ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ 2 പേര് 2 തന്നെയായിരുന്നു നേരത്തെ. എവിടെ ഒരു എനിമി കൊല്ലും ഞാൻ. വണ്ടി ഇപ്പം ഇതിന് സൈഡായതൊക്കെ. അയ്യോ തെറ്റിപ്പോയേ. ഞാൻ റോക്കറ്റിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് ഇടാൻ നോക്കിയത്. ഇതെന്താ നോക്കൗട്ട് ആവാത്തത്? ഒന്നുകൂടെ നോക്കട്ടെ. ഇത്ര അടുത്ത് നിന്നിട്ടത് നോക്കൗട്ടായില്ല. എന്തൊരു കഷ്ട. റോക്കറ്റ് ലോഞ്ചർ പറ്റിച്ചോ വീണ്ടും? അപ്പത്തേനും പിന്നീനും വന്നിട്ട് എൻ്റെ ഷൂട്ട് ചെയ്യാം നൈസായിട്ട്. കൊള്ളാലോ. എന്തോ ഭാഗ്യം. ഹെൽത്ത് മറ്റേതും കൂടെ മെഡിക്കിറ്റ് എടുക്കട്ടെ. നമുക്കത് യൂസ് ചെയ്യാം. കാരണം എൻ്റെ ഹെൽത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു എനിമീൻ്റെ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. എവിടെ? അവിടെ ഒരു അനക്കൗണ്ട് കണ്ടു. അത്രേ ഉള്ളൂ. നമ്പർ 4 ഷൂട്ട് ചെയ്തിരുന്നു ഇയാളെ തോന്നുന്നുണ്ട്. നമുക്ക് 3ൻ്റെ സ്കോപ്പ് കിട്ടി. എനിക്ക് 3ൻ്റെ സ്കോപ്പായിരുന്നു വേണ്ടത്. 4 പൊക്കോ. തോംസൻ്റെ പ്രശ്നം കണ്ടില്ല. മറ്റേ നമുക്ക് നമ്പർ 2Xൻ്റെ 3Xൻ്റെ സ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല തോംസണിൽ. മറ്റേ റെഡ് ഡോട്ട് അങ്ങനത്തെ ഇതേ പറ്റുള്ളൂ. അല്ലാണ്ട് തോംസൺ കണ്ണ അടിപൊളി കണ്ണ, നല്ല കണ്ണ. പക്ഷെ ഇത് മാത്രം ഉണ്ട് ഒരു ഡ്രോബാക്ക്. ഒരു 2ൻ്റെ സ്കോപ്പെങ്കിലും യൂസ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായാണ്. അപ്പോൾ നമുക്ക് പോകാം. പൗണിൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് പോയി എടുത്താലോ പൗണിൻ ചേട്ടനെ കൂടെ കൂട്ടാം.
നമ്മൾ ഇതേ ഡാൻസൊക്കെ കളിച്ചിട്ട് സൈക്കിൾ ഓടിച്ച് പോകുന്നത് ഈ വണ്ടി സൈക്കിളാണ് കണ്ടോ ഓടിക്കുന്നത്. ഇതിൽ നമുക്ക് സ്നോ ബോളും ഫോം ചെയ്യാൻ പറ്റും. കണ്ടല്ലോ സ്നോ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. എനിമീസൊക്കെ വരുന്ന നേരത്ത് അയ്യോ മരം. ഇപ്പം ശ്രദ്ധ തെറ്റി മരത്തിൽ പോയാണ് മാപ്പ് നോക്കിയിട്ട്. അതെനിക്ക് എപ്പോഴും പറ്റുന്നത്. മാപ്പ് ഓപ്പൺ ആക്കി നോക്കിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അല്ല മരത്തിലോ കല്ലിലോ കൊണ്ട് ഇടിയും. അപ്പോൾ ഡാൻസ് കളിച്ച് പോകാം, നമുക്ക് പോകാം. എവിടെ പോവാം? ഇത് ഞാൻ ഫുൾ ഓട്ടോമാറ്റിക് ഇതിൽ ഇട്ടേക്കണം. കാരണം എനിക്ക് ഡയറക്ഷൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓട്ടോമാറ്റിക് അല്ല, മീൻസ് ഓട്ടോമാറ്റിക് മറ്റേ കാറിലാണ്. ഇവിടെ നിമിയുണ്ട്, ഞാൻ കണ്ടു. നമ്പർ ശ്രദ്ധിച്ചായിരുന്നു. എവിടെ ഓ ഓക്കെ കിട്ടി. ഇനി ആരേലും ഉണ്ടോ? യൂഷ്വലി ഉണ്ട്. അവിടുത്തെ ദൂരെന്നാ ഷൂട്ട് ചെയ്യുന്നത് മച്ചമ്പി. അത്രേ ഉള്ളൂ. അവരൊരു ടീമായിരുന്നു. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റായിട്ട് തോന്നുന്നു അവരുടെ ടീമിൽ. അതാണ് ഇയാളെ നോക്കൗട്ടാക്കിയ മറ്റാളെയും കില്ല് ചെയ്തപ്പോൾ പോയി. അപ്പോഴത്തേനും 2 പേരുണ്ട്. മറ്റാളൊക്കെ റോക്കറ്റ് ഇറങ്ങിയതിനെ പോലെ നോക്കുന്നു. അവിടെ നിൽക്കി. അയ്യോ എൻ്റെ ഹെൽത്ത്. അയ്യോ നീങ്ങട്ടെ. കിട്ടി. അവർ ഇതുപോലത്തെ ഒരു ടീമായിരുന്നേ. എൻ്റെ പൊന്ന, എൻ്റെ ഹെൽത്ത് എന്തോരം ഡൗൺ ആയിരുന്നു നോക്ക്. അവിടെ ഒരാളെ ഓടി വരുന്നു. അടുത്ത ആള് വാ ഓടി വാ അത്ര ഉള്ളു. അതന്നെ 5 ആൾക്കാരെ, അതായത് 3 ടീമാണ് നമ്മളിപ്പോൾ കില്ലാക്കിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ മറ്റു ടീമുകളിൽ നിന്ന് 2 പേര് വെച്ചിട്ട് പാണിയൻ ചേട്ടനെ വേറെ ആരോ എടുത്തു. പാണിയൻ ചേട്ടനെ ആരോ കൊണ്ടുപോയി. കണ്ടാ നിങ്ങളൊക്കെ വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ പാണിയൻ ചേട്ടനെ ഞാനിപ്പോൾ കൂട്ടിയിട്ടുണ്ടായേനെ. എന്നാലും കുഴപ്പമില്ല, കില്ലുകൾ കുറച്ച് കിട്ടി. വാ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോവാം. ഇനി നമുക്ക് അവരെ പോയിട്ടൊന്ന് ലൂട്ട് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഈ ബുള്ളറ്റ് ഇതിന് കുറവാണ്. എനിക്ക് 5.56 ബുള്ളറ്റ്സ് വേണം. കിട്ടി. റീലോഡ് ചെയ്യട്ടെ. എന്നാലും ബുള്ളറ്റ്സ് കുറവാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ലൂട്ട് ചെയ്യാം. ഇവിടെ ആരെയും ഞാൻ കില്ല് ചെയ്തിട്ട് ഞാൻ കില്ല് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നേ. നമുക്കൊന്ന് നോക്കാം. ഓക്കെ കിട്ടി. അതെ ബുള്ളറ്റ്സ് കിട്ടി. ഇപ്പോൾ കുറച്ചുകൂടെ ഇനി വാ നമുക്ക് പോവാം. അവിടെ എനിമീസ് ഉണ്ട്. എൻ്റെ ടീം അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം അപ്പുറത്തെ സൈഡിൽ. ഞാൻ ഇപ്പുറത്തുനിന്ന് പോയിട്ട് കയറിയേ ഓടി നടക്കുന്നു എനിമി. വണ്ടി കയറുന്നില്ല കുന്തം. അവിടെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. എന്നാ ഞാൻ അസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാ അവിടെ നിൽക്കുന്ന ആ സൈഡിൽ എനിമി. എയിം കിട്ടുന്നില്ലല്ലോ. അങ്ങോട്ടേക്ക് പോയിട്ട് കില്ലേണ്ടി വരും. ഞാൻ വരുന്നു ഒരായപ്പാ. അയ്യോ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. കുറച്ചുകൂടെ ഹൈ ആയിട്ട് കയറി പോകണമായിരുന്നു ഞാൻ. ഇത് കറക്റ്റ് ആളൊന്നുകൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് തന്നെ കില്ല് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ആളെ കില്ല് ചെയ്തു. എനിക്ക് ബുള്ളറ്റ്സ് വേണം ചേട്ടാ. ഓക്കെ, നീ ഹെൽത്തും കേട്ടട്ടെ. കണ്ട ഈ ഒരു ഹെൽത്ത് കിറ്റ് ഉള്ളത് എന്തൊരു നല്ലതാ. ഒറ്റടിക്ക് ഫുള്ളായിട്ട് കയറിക്കോളും. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ശേഖരിച്ചിങ്ങനെ വെച്ചേക്കുന്നത്. മറ്റേ വൈറ്റ് കളർ ഹെൽത്ത് കിറ്റിൻ്റെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 ഭാഗം വരെയുള്ളൂ. ഫുൾ ടീം ഇവിടെ ഉണ്ട്. എൻ്റെ നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടോ? വണ്ടിയിൽ ഇല്ലല്ലോ. വരുന്നുണ്ടോ? എല്ലാവരും ലൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പം നമുക്ക് നോക്കാം. വരുന്നുണ്ടാ? ഇല്ല, അവർ വരുന്നില്ല. നമ്പർ 4 ആണെങ്കിൽ പോവുകയും ചെയ്തു. അമ്മ എന്നാൽ ശരി, നമുക്ക് നമ്മുടേതായ വഴിയിൽ പോകാം. നമ്മളാണ് AC എലിമിനേറ്റർ. നമുക്ക് പോകാം. ഇഷ്ടമുള്ളിടത്തേക്ക് നമുക്ക് പോകാം. അവിടെ ഒരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാവേ. അവിടെ എന്തെന്നാ ഉണ്ടാവുക? നമുക്ക് P90 കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ? 50,000 ഉള്ളതുകൊണ്ട് ഇന്നൊരു കുഴപ്പമില്ല. P90 എന്തായാലും ഗുഡ്. P90 ഒന്നുകൂടെ സ്പീഡിൽ നല്ല ഇതായിട്ട് പോകും. പക്ഷേ ഈ ബുള്ളറ്റ്സിൻ്റെയാണ് പ്രശ്നം. ഇവിടെ എനിമീസ്, ഫുൾ എനിമീസ്. ചുറ്റിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്.
അയ്യോ 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 ഇയാളെ വണ്ടിയിട്ട് കുഞ്ഞു കയറിയില്ല. ഓ അയാൾ എൻ്റെ വണ്ടി സീറ്റിൽ കയറിയിരുന്നു. അയാൾ നോക്കൗട്ട് ആക്കിയതായിരുന്നില്ല. വാ നമുക്ക് നമ്മുടെ പവനിൻ ചേട്ടനെ കൂട്ടാം. പവനിൻ ചേട്ടാ എവിടെ വരൂ. എങ്ങനെ ഹയർ ചെയ്യുന്നതോ? ഓ ടൈം ആയില്ല. ആ കണ്ട കറക്റ്റ് ടൈമിനാണ് നമ്മളെത്തുക. കറക്റ്റ് ടൈമിനാണ് നമ്മളെത്തുക. ലാൻഡ് ചെയ്തതേ ഉള്ളൂ പവനിൻ ചേട്ടൻ. അത് കാരണം എനിമീസ് എന്തോ ഭാഗ്യത്തിന് ഇല്ല. സാധാരണ എനിമീസ് ഈ ഒരു ഭാഗത്ത് പവനിൻ ചേട്ടനെ കൂട്ടാനായിട്ട് ഉണ്ടാവേണ്ടതാണ്. എനിമീസ് വന്നിട്ടില്ല. അത് ഇപ്പോൾ ലൈക്ക് സ്റ്റാർട്ടിങ്ങിലായിരുന്നു കുറച്ചുകൂടെ പവനിൻ ചേട്ടനെ എടുക്കാനായിട്ട് എല്ലാവരും ഓടി വരാറ്. ഇപ്പോൾ കുറച്ച് കുറവാണ്. കാരണം പവനിൻ ചേട്ടനെ ആണെങ്കിലും വേറൊരു ടീം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പവനിൻ ചേട്ടനെ സുഖമായിട്ട് കൊല്ലാൻ പറ്റും. പിന്നെ നമ്മൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പവനിൻ ചേട്ടൻ ഒളിച്ചിരിക്കില്ല. എനിമീസിനെ കാണിച്ചു കൊടുക്കും എവിടെയാണ് നമ്മളെന്നുള്ളത്. ഓടി നടക്കുന്നുണ്ടോ. അപ്പം അതൊക്കെ കാരണമായിരിക്കും കുറച്ച് ആൾക്കാർ പവനിൻ ചേട്ടൻ അങ്ങനെ കൂട്ടൽ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും കൂടെ ഉള്ളതും നല്ലതാണ്. അഡ്വാൻറ്റേജ് കൊണ്ട് ഡിസഡ്വാൻറ്റേജ് കൊണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് വാ ഇനി പവനിൻ ചേട്ടനെ കൂട്ടിയിട്ട് നമുക്ക് പെങ്കിൻസ് വിറ്റിയിലേക്കാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെ എനിമി? അയ്യോ ആളുടെ മേത്തേക്ക് കയറ്റാൻ നോക്കി. ഇത് ഭയങ്കര സ്മൂത്താണ്. ഇതൊരു സൈക്കിള് പോലെയാണ്. അങ്ങോട്ട് പോയോ? ഡെംപോ 16 ഉണ്ട്. വെരി ഗുഡ്. പവനിൻ ചേട്ടനും ബ്ലേഡ് എടുത്ത് പഠിച്ചായിരുന്നു. ഇവിടെ എന്നെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു അല്ലേ? രണ്ടാളും ഡെഡായിട്ടുണ്ട്. അവർ ടീമായിരുന്നായിരിക്കാം. ടീമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ബോക്സ് പവനിൻ ചേട്ടൻ ലൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളും ലൂട്ട് ചെയ്യും. പവനിൻ ചേട്ടനും ലൂട്ട് ചെയ്യും. കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പവനിൻ ചേട്ടാ എനിക്ക് 7.42 ബുള്ളറ്റ്സ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവനിൻ ചേട്ടൻ തരും. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു എനിമി മാത്രമല്ല. ഓക്കെ ഒരാൾ വന്നിട്ട് ടൈം. രണ്ടാമത്തെ ആൾ. അയ്യോ എൻ്റെ ഹെൽത്ത് പോണേ. പവനിൻ ചേട്ടാ അറ്റാക്കേ. എൻ്റെ മറ്റേ ഗണ്ണായിട്ട് നിന്നെങ്കിൽ ശരിയാവില്ല. എവിടെ 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 വാ. ആളുടെയും ഹെൽത്ത് ഓക്കെ കിട്ടേ. ഇവിടെ എൻ്റെ മോനതെ വേറൊരു സ്ക്വാഡ് വണ്ടിയിൽ കാറില്ല. നൈസായിട്ട് ഈ വഴി വരാൻ നോക്കിയതാ. 4 പേരോ? എത്ര പേരാ? ഹെൽത്ത് എന്തെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ശരിയല്ല. കണ്ട അവരെല്ലാവരും പവനിൻ ചേട്ടനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ട ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പവനിൻ ചേട്ടൻ ഹെൽത്ത് ഉണ്ട്. ഓക്കെ ഒരാൾ ഓക്കെ 2 ആളെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഉണ്ടല്ലോ എനിമി. അതെ മതിലിൻ്റെ അവിടെ ഞാൻ കണ്ട് പുറത്തേക്ക് ഒന്നോടെ തലയെടുത്ത് നോക്ക്. ഒന്നോടെ ഒന്ന് നോക്ക്. എവിടെ പോയി? അയ്യോ അവരെ റിവൈവ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ സമ്മതിക്കില്ല. വാ പെട്ടെന്ന് പോവാം. പെട്ടെന്ന് പോയിട്ട് ആ നോക്കൗട്ട് ആയിരിക്കുന്നവരെ കൊല്ലാം നമുക്ക്. പവനിൻ ചേട്ടാ കൊല്ല്. ഇങ്ങനെ നോക്കി നിൽക്കുന്നേ. ഇതിപ്പോൾ എല്ലാവരും ഞാൻ തന്നെയാണല്ലോ കൊല്ലണേ. അയ്യോ കിട്ടി. അവിടെ കിടക്കൂ. ഓക്കെ വന്ന ടീമിനെയും ഇല്ലാണ്ടാക്കി. ഓടി വന്ന് ലൂട്ട് ചെയ്തോ പവനിൻ ചേട്ടൻ. അത് കൊള്ളാം. ഞാനിങ്ങനെ കൂട്ടിന് ഒരാളെന്തോ സംസാരിച്ച് ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കാൻ. എന്തല്ല എവിടെ വേറെ മറ്റേ 2 എനിമീസിനെ കൊന്നതൊക്കെ ഡെഡായിട്ടുണ്ടല്ലേ? അതാരും ഡെഡായി. എന്താ ഈ ഒരു കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ടാ? അത് അവരുടെ ടീമിൽ വന്ന് വേറെ ആളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ടീമിൻ്റെ ആളായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ ഇപ്പം നമ്മൾ 3 ടീമിനെ കില്ല് ചെയ്തിട്ടുണ്ട്. വേണ്ട സാധനങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഹൈലാൻഡ്. എന്തെങ്കിലും ഇനി ഇവരെയും കൂടി പോയിട്ടൊന്ന് ലൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ടീം ഇല്ല. ഐ മീൻ 2 ടീംമേറ്റ്സ് ഇല്ല. അവരൊക്കെ ഗെയിം വിട്ടുപോയി. ഒരാൾ ഡെഡായിട്ട് കളി വിട്ടുപോയി. ഒരാൾ കളീൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ലീവ് ചെയ്ത് പോയതാണ്. കാരണം റീകോൾ ചെയ്യാനുള്ളത് കാണിക്കുന്നത്. പക്ഷേ റീകോൾ ചെയ്തിട്ട് എന്താ കാര്യം? അവർ കളിയിലില്ല. ഓക്കെ നമുക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ്. ഈ റോക്കറ്റിൻ്റെ ആണെങ്കിലും നോർമലും അഡ്വാൻസ്ഡും ഉണ്ട് വ്യത്യാസം. നോർമലിൽ നമ്മളിങ്ങനെ അതിനെ ഹാങ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അഡ്വാൻസ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ഞാൻ വന്ന പോലെ പോവുക. അതാണ് ഡിഫറൻസ്. അഡ്വാൻസ് അത് കുറച്ചുകൂടി ഡിസ്റ്റൻസിലേക്ക് പോകും. കുറച്ചുകൂടെ ഹൈ ആയിട്ടും ഡിസ്റ്റൻസ് ആയിട്ടും ഒക്കെ നമുക്ക് പോകാനായിട്ട് യൂസ് ചെയ്യാം. ആരോ ഉണ്ടല്ലോ ഇവിടെ കാണുന്നില്ലല്ലോ എനിമീനെ. എവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്? ആ ഒരു ഭാഗത്തായിട്ടാണ് കേൾക്കുന്നത്. ഇതിനകത്തെന്തോ ആണ് സ്റ്റോറേജ്. എന്താ അത്? അതെ അവിടെ ഉണ്ട് ഒരാൾ. കൊണ്ട് അയാൾ എന്നെയും കണ്ടിട്ടുണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ പവനിൻ ചേട്ടനെയും കാണുന്നത് അവർ. പവനിൻ ചേട്ടനെ നേരം കൊണ്ട് ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യാനൊക്കെ. പവനിൻ ചേട്ടൻ ബ്ലേഡ് പിന്നെ കറക്റ്റല്ല. ഓടിപ്പോ.
ആ ആ അയാൾക്ക് അതന്നെ. ഇനി പോയിട്ട് കൊല്ലേ പോണി ചേട്ടാ ഓട്. ഇല്ലാണ്ടാക്ക് അവസാനിപ്പിക്കേ. ഇവിടെ ആരോ ഇല്ലല്ലോ. വേറെ ഒരാളും കൂടി ഉണ്ട്. ഇയാൾ മാത്രമല്ല ടീം. കണ്ട്. ഓക്കെ. മറ്റേ പവണി ചേട്ടൻ ബ്ലേഡ് എറിഞ്ഞു തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം 2 പേരും കിട്ടിയിട്ടുണ്ട്. അടിപൊളി. കണ്ടെങ്കിൽ നോക്കൗട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവണി ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ബ്ലേഡ് എറിഞ്ഞിട്ട് അല്ലാത്തവരെയും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ ബ്ലേഡ് അപ്പം ഇതിന് അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇത് വേണ്ട, നമുക്ക് ആ ഫുൾ ഹെൽത്ത് എടുക്കാം. ഹെൽത്തിൻ്റെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഇരുപതിൽ വേണ്ടത്. എനിക്ക് പ്രത്യേകിച്ചിട്ടേ. അതെ അടുത്ത ടീം വരുന്നു. ഇവരൊക്കെ വാ എല്ലാവരും അവിടെ സ്നോ ബോളും പെറുക്കിക്കൊണ്ടാണ് വരുന്നത്. എത്ര പേര് ഇനി അതിലുണ്ടാവും എന്ന് നോക്കാം. പാണിഞ്ചാട്ടാ ഗെറ്റ് റെഡി. മേലെ കയറാൻ പറ്റുന്നില്ലതും. ഇനി മേലെ കയറിയുന്നൊക്കെയാന്ന് വെച്ചെങ്കിൽ അയ്യോ കണ്ട പവണിഞ്ചാട്ടൻ്റെ ഹെൽത്ത് കുറയുന്നത് ഇവരെല്ലാം പവണിഞ്ചാട്ടനെ വെടിവെച്ചിട്ട് കിന്ത് ചെയ്യാൻ നോക്കും. അങ്ങനെ ഞാൻ വിട്ടില്ല. പവണിഞ്ചാട്ടനെ എൻ്റെ കുട്ടീനെ ഞാനിപ്പോൾ വിളിച്ചോണ്ട് വന്നതല്ലോ ഹയർ ചെയ്തുകൊണ്ട്. ഇയാൾ ഒരെണ്ണേ ഉണ്ടായിരുന്നല്ലോ ഒരു ടീമല്ലേ. ഭാഗ്യം. നൈസായിട്ട്. അല്ലല്ല അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരാളല്ലേ. ഇനിയുണ്ട്. പവണിൻ ചാടി ഇറങ്ങി എന്തൊക്കെയോ എറിയുന്നുണ്ട്. നോക്കാം എവിടെയാ. കണ്ട് അവിടെ നിൽക്കേ. എൻ്റെ P90 നോക്കാലേ. P90 ആണോ ഓനെ? എന്താ P90 കണ്ട് പൊളിയാട്ടാ. പൊളി സാധനം. വേറെ ലെവൽ കണ്ട് എന്ത് ഫാസ്റ്റായിട്ട് ബുള്ളറ്റ്സൊക്കെ അതിൻ്റെ പോകുന്നതെന്നറിയോ? ഇനി അറിയില്ലല്ലോ. ഇനി എത്ര ടീമായി ഇപ്പോൾ വന്നത് കാറിലും അല്ലാണ്ടും ഒക്കെ ആയിട്ട്. അടിപൊളി. നമുക്കിനി ചുമ്മാ മാജിക് ഫോക്സിൻ്റെ അടുത്തേക്ക് പോയി നോക്കണം. മാജിക് ഫോക്സ് അതിൻ്റെയാണ് ആ ഒരു വോണ്ട് അവിടെ കാണിക്കുന്നത്. കണ്ടോ? ഹാരി പോട്ടർ സ്റ്റൈലാണ്. മച്ചമ്പി വരുമ്പോഴും ഹാരി പോട്ടറിൻ്റെ ലുക്കാണ് ഉള്ളത്. എൻ്റെ കഴിഞ്ഞ ഷോർട്ട്സ് നോക്കി കഴിഞ്ഞാൽ കാണാം മെയിനായിട്ട് അതന്നെ. ഇത് മാജിക് വാണ്ട് ഉണ്ട്. അവരുടെ ആ ഒരു കേപ്പ് ഡ്രസ്സ് ഉണ്ട്. ഹാരി പോട്ടറിന് പോലത്തെ ആ ഒരു ഗ്ലാസ്സസും ഉണ്ട്. ഹാരി പോട്ടർ കുറുക്കനായ അതുപോലെ ഉണ്ടാവില്ല. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കുക. നമുക്കിനി വേറെ എന്താ? അത് ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കും. അത് ഓപ്പൺ ആവുന്ന വരെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അവിടെ ആളുണ്ട്. വണ്ടിയുടെ അവിടെ ഷോപ്പിങ്ങിൻ്റെ ആ ഭാഗത്തെന്തും ഉണ്ട്. അത് കാരണം എനിമീസ് ആ ഒരു ഭാഗത്തുണ്ടാകാൻ ചാൻസസ് കൂടുതൽ. പണിഞ്ചാറ്റിൻ്റെ ഇവിടെ നിൽക്കുന്നു. നമ്മുടെ ഫോക്സ് ഏട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് പോവാം. ഹാരി എന്ന പേരിലുണ്ടല്ലേ ഫോക്സ്, മാജിക് ഫോക്സിന്. ഓക്കെ, തരൂ സാധനങ്ങൾ, തരൂ ഗിഫ്റ്റുകൾ, തരൂ സമ്മാനങ്ങൾ, തരൂ. അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എനിമീസ് ഉണ്ട്. ഞാനവിടെ നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ നിന്നിട്ടല്ല നൈസായിട്ട്. ഓക്കെ, അതിനെ നോക്കൗട്ടാക്കി കൊല്ലിയേ പോണേം ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഹെൽപ്പ് ചെയ്തു. നോക്കൗട്ടായിട്ടാണ് ഹെൽപ്പ് ചെയ്തെങ്കിലും കണ്ടോ, നമ്മളിങ്ങനെ ഹെൽത്ത് കയറ്റാൻ നിൽക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എനിമീസ് ഉള്ള ടൈമിനെ പണി കേട്ടാൽ നമുക്ക് എന്തോ ഒരു ഷീൽഡ് പോലെ ആയിട്ട് 2 പേരായിരുന്നു. ഷീൽഡ് പോലെ ആയിട്ടാണ് നിൽക്കുക. പണിഞ്ചേട്ടാ നന്ദിയുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്തു. അയ്യോ നമ്മൾ സർക്കിളിന് പുറത്താണ്. ഇനി നമുക്ക് കയറണം. ഹെൽത്ത് ഞാൻ അങ്ങ് എടുക്കുക കേട്ടോ. കണ്ട അത് എന്തോരം യൂസ്ഫുൾ ആയിരുന്നു അങ്ങനത്തെ ഫുള്ള് ഹെൽത്താണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി ഫോക്സുകാരൻ്റെ അടുത്ത് തന്നെ പോകേണ്ട ആവശ്യം വലിയ കാര്യത്തിൽ ഇല്ല. സപ്ലൈസ് എന്തായാലും വേറെ എന്തോ നോക്കാം. വെറുതെ ഒന്നുമില്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇല്ലെങ്കിൽ ശരിയാവില്ല. പണിഞ്ചേട്ടാവോ ഒരേതാകണ്ടോ. അഡ്വാൻസ് റോക്കറ്റ് ലോഞ്ചർ ആയിട്ട് സോൾട്ട് ഫിഷ് റോക്കറ്റ് ലോഞ്ചർ. അപ്പോൾ നമുക്ക് പാറിപ്പരന്ന് പോകും. ആ സൈഡിൽ ഷൂട്ട് ചെയ്യുന്നത് കേൾക്കണ്ടോ. ആ ബിൽഡിങ്ങിൻ്റെ മേലെ എന്ന ലാൻഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ വരെ എത്തിയില്ല. ആ ഒരു ഭാഗത്ത് എനിമീസ് ഉണ്ട്. എവിടെ പോണേൻ കണ്ടുപിടിക്കൂ. അവിടെ നിൽക്കണോ സർക്കിളിനോളിപ്പാണോ? ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ബാക്കിന്നാണ് എൻ്റെ പൗണിഞ്ചാറിനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയല്ലേ. ഇനി അറിയുന്നുണ്ടോ? ഒരാളല്ലോ. വേറെ ഉണ്ട്. ഇവിടെ വന്നിട്ട് സ്മോക്ക് ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ടാ. വേറെ ആരെഴുതുണ്ടോ? ഓക്കെ 3 4. ഇനി അവരെ പോയി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓടി പോകുന്നു. എവിടെയൊക്കെയാണ് നോക്കിയിട്ട് ഓടുന്നത്. 4 ആൾക്കാരെ കൊന്നു. ഒരു ഫുൾ സ്ക്വാഡ് തന്നെയായിരുന്നു അത് കേട്ടാ.
അഞ്ചാമത് വേറെ ടീം വന്നേക്കണം. സർക്കിൾ സ്മോൾ ആവുന്നതിൻ്റെ അനുസരിച്ചിട്ട് എല്ലാവരും ഓടിപ്പനി ഈ ഒരു റൂട്ടിൽ കൂടി ആയിരിക്കും വരുന്നത്. അതായിരിക്കും ഇത്രയും ടീം ഒറ്റ അടിക്ക്. എത്ര ടീമിനെ ഇപ്പം ഞാൻ ഇല്ല ഉണ്ടാക്കി. അയ്യോ ബ്ലൂ സോണ ഹെൽത്ത് ഫുള്ളായില്ലെങ്കിലല്ല. ഇനി ഈ ആൾക്കാർ കുറച്ചല്ലേ ഉള്ളൂ. ഹെൽത്തൊക്കെ പെട്ടെന്നാണ് പോവുക. അതെ ആ ഹെൽത്താണ് നമുക്ക് വേണ്ടത്. ബുള്ളറ്റ്സ് ഒന്നും ഇനി പിന്നെ എടുക്കാം. നമുക്ക് റോക്കറ്റ് എടുത്തിട്ട് പോവാം പറഞ്ഞിട്ട്. കാരണം ഇതിന് ഹെൽത്ത് ഇതേ പെട്ടെന്ന് ഡൗൺ ആവും. റിസ്ക് എടുക്കാൻ വയ്യ. എൻ്റെ ഒരു ടീംമേറ്റും കൂടി ഉണ്ട് ആ ഒരു ഭാഗത്ത്. ടീംമേറ്റ് നമ്പർ 3 ഇങ്ങനെ ആരൊക്കെയോ കിൽ ചെയ്യുന്നുണ്ട്. കൈ തെറ്റിയിട്ടാ. പോവാം. നമുക്ക് ഐസ് സ്കേറ്റിംഗ് എടുത്തു. ഇനി റോക്കറ്റ് എടുക്കുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഇല്ല. നമ്പർ ഫുൾ ആവുന്നത് വരെ. ഓക്കെ ഇനി നമുക്ക് പോവാം. ഇവിടെ എനിമീസ് അവിടെ ആ ഒരു ഭാഗത്ത് നമ്പർ 3ൻ്റെ അടുത്തായിട്ട് കുറേ പേരുണ്ട്. നമ്പർ 3നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. ഇവിടെ ഇരുന്ന് ഹെൽത്ത് ആദ്യം ഞാൻ കേട്ടിട്ടെ. ഫുള്ള് ഹെൽത്തിൻ്റെ തന്നെ കയറ്റാൻ ഞാൻ. ആൾക്കാർ കുറവാണ്. ഇനി കുറച്ച് പേരും കൂടി ഉള്ളു. എവിടെ നമുക്ക് പോവാം. നമ്പർ 3ൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാട്ടോ. 3 ഞാൻ വരുന്നു. ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വരുന്നു. അവിടെ ഓൾറെഡി 3 എല്ലാവരും കിൽ ചെയ്തിട്ടുണ്ടാവും ഇന്നലെ കൊണ്ട്. ഓക്കെ അവിടെ ആരെയോ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇല്ല എനിമീൻ്റെ ഈ ഫൗണ്ടിങ് ചേട്ടൻ എൻ്റെ അടുത്ത് ബ്ലേഡ് ഇട്ടിട്ട് എന്നെ കൊല്ലാൻ നോക്കുക. തെറ്റിയിട്ട് കൊള്ളാമല്ലോ. അതൊരു ഡ്രോബാക്ക് അല്ലേ ഫൗണ്ടിങ് ചേട്ടൻ്റെ ബ്ലേഡ്. ഇവിടെ വേറെ ഒരാളും കൂട്ടിയുണ്ട്. സൗണ്ട് കേട്ടു മോനെ. പിന്നെ എനിക്ക് എൻ്റെ ഓക്കെ ഇനി ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഹെൽത്ത് കയറ്റല്ലേ. ഫുള്ള് ഹെൽത്ത് കയറ്റുന്നതുണ്ട്. താങ്ക് യു. കണ്ട എന്നെ ഷീൽഡായിട്ട് കവർ ചെയ്തിരുന്നു. ഇനി അവിടെ അവിടെ ആരാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ബ്ലേഡ് അടിഞ്ഞു കൊല്ലും. അയ്യോ എൻ്റെ ഹെൽത്ത് കണ്ടോ 2-3 ഷൂട്ട് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പകുതിയോളം ഡൗണായി. മുക്കാലും ഡൗണായി. ഇനി എൻ്റെ കയ്യിൽ ഫുള്ള് കയറുന്ന ഹെൽത്തിൻ്റെ 3/4 ഭാഗമേ ഉള്ളൂ. ബാക്കി ടാബ്ലറ്റ്സ് കയറ്റിയിട്ടും സിറിഞ്ച് അടിച്ചിട്ടും കയറ്റേണ്ടി വരും ഹെൽത്ത്. ഞാൻ ആ ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്നു. ഞാൻ കേട്ടായിരുന്നു എന്നെ ഇവിടുന്ന് 2 പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നായിട്ട് ഞാൻ കണ്ടു. അവിടെ എൻ്റെ അവിടെ ആയിട്ടാ. ഓക്കെ അതിന് നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തെറ്റിയിട്ടായത്. ഞാൻ എവിടെ ആ ഒരു ഭാഗത്തുണ്ട്. അയ്യോ ഇനി എൻ്റെ ഹെൽത്ത് ഡൗൺ. എൻ്റെ ഹെൽത്ത് കയറ്റാണ്ട് ശരിയാവില്ല. അയ്യോ വണ്ടി പൊട്ടി തെറിക്കല്ലേ. ഞാനൊന്ന് ഹെൽത്ത് കയറ്റട്ടെ. ഓക്കെ ഒന്ന് റീലോഡ്. ഷോ റീലോഡാവ്. എവിടെ കാണുന്നില്ലല്ലോ കൊണ്ടാരും. എവിടെ എനിക്ക് ആ ഭാഗത്തല്ല കാണില്ലാട്ടാ. എന്തായാലും ചെയ്. നമ്പർ 3 ഏതോ ഒരാളെ കൊന്നു. അയാളെയാണോ കിൽ ചെയ്തത്? നമ്പർ 3 അയാളെ എന്തോ. യെസ് നമ്പർ 3 അയാളെയാണ് കിൽ ചെയ്തത്. താങ്ക് യു. നോക്കൗട്ട് ആക്കിയിരുന്നുണ്ട്. നന്ദി. ജയിച്ചു മക്കളെ. ഹായ് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യണേ മക്കളെ.